ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് പക്ഷേ, എന്നാലും, എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നിട്ട് പോലും പറയാറില്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. അവൻ ഒരു പണക്കാരനാണ്, എന്നിരുന്നാലും അവൻ മറ്റുള്ളവരെ സഹായിക്കാറില്ല. എന്താ പറഞ്ഞ്? അവനൊരു പണക്കാരനാണ്, എന്നിരുന്നാലും അല്ലെങ്കിൽ പക്ഷേ അവൻ മറ്റുള്ളവരെ സഹായിക്കാറില്ല. ഇതുപോലെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വേർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അവരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവരാരൊക്കെ നോക്കാം. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ബട്ട്, സ്റ്റിൽ, യെറ്റ്, ഹൗ എവർ, അതുപോലെ നെവർത്തിലെസ്, നൺത്തിലെസ്. എല്ലാറ്റിൻ്റെയും എല്ലാ വേർഡ്സുകളുടെയും മീനിങ് സെയിം ആണ്. എന്ത്? പക്ഷേ, അല്ലെങ്കിൽ എന്നാലും, എന്നിരുന്നാലും, എന്നിട്ട് പോലും. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം. പക്ഷേ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? ബട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ വേർഡ്സുകളൊക്കെ പഠിക്കേണ്ട ആവശ്യം? അതിന് കാരണം നമുക്ക് സംസാരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. സംസാരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് മനസ്സിലാവണ്ടേ? മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാവാനും, അതുപോലെ പത്രങ്ങൾ വായിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതുപോലുള്ള വേർഡ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള വേർഡ്സുകളുടെ ശരിയായ ഉപയോഗം അല്ലെങ്കിൽ മീനിങ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ടോക്ക്. എന്നാൽ മാത്രമേ മറ്റുള്ളവരുടെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ പറഞ്ഞു രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വേർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇനി ബട്ട് എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് ബട്ട് സ്റ്റിൽ ഉപയോഗിക്കാം, യെറ്റ് ഉപയോഗിക്കാം, ഹൗ എവർ ഉപയോഗിക്കാം, നെവർത്തിലെസ് ആൻഡ് നൺത്തിലെസ്, ഏത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ മുകളിൽ കാണുന്ന ഈ ഒരു 4 വേർഡ്സ് ഏതൊക്കെയാണ്? ബട്ട് സ്റ്റിൽ, യെറ്റ് ആൻഡ് ഹൗ എവർ. ഇത് സാധാരണയായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല, സാധാരണ യൂസ് ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഈ മുകളിൽ കാണുന്ന വേർഡ്സുകൾ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ തീർച്ചയായിട്ടും പത്രം വായിക്കുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണാറുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് അവൾ പണക്കാരിയാണ്, പക്ഷേ അവൾ മറ്റുള്ളവരെ സഹായിക്കാറില്ല. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം അവൾ പണക്കാരിയാണ്. എന്താണ്? ഷീ ഈസ് റിച്ച്. അവൾ പണക്കാരിയാണ്, പക്ഷേ നമുക്ക് ബട്ട് എഴുതാം, അല്ലെങ്കിൽ ബട്ട് സ്റ്റിൽ, യെറ്റ്, ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് എഴുതാം. നമ്മൾ എഴുതി ബട്ട്, പക്ഷേ ഷീ ഡസൻറ്റ് ഹെൽപ്പ് അതേഴ്സ്, പക്ഷേ അവൾ മറ്റുള്ളവരെ സഹായിക്കാറില്ല. ഇനി ബട്ട് എന്ന് പറയുന്ന ഈ വേർഡിന് പകരം നമുക്ക് ഏത് ഉപയോഗിക്കാവുന്നതാണ്? എങ്ങനെ? ഷീ ഈസ് റിച്ച് ബട്ട് സ്റ്റിൽ ഷീ ഡസൻറ്റ് ഹെൽപ്പ് അതേഴ്സ്. ഷീ ഈസ് റിച്ച് യെറ്റ് ഷീ ഡസൻറ്റ് ഹെൽപ്പ് അതേഴ്സ്. ഷീ ഈസ് റിച്ച് however. നിങ്ങൾ സംസാരിക്കുമ്പോൾ however എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, പറയാം. ഷീ ഈസ് റിച്ച് however she doesn't help others. അടുത്താണ് ഷീ ഈസ് റിച്ച് nevertheless she doesn't help others. ഷീ ഈസ് റിച്ച് nonetheless she doesn't help others. വളരെ സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. അവൻ ഒരു ഡോക്ടറാണ്, എന്നിട്ടും അവൻക്ക് കാറില്ല. എന്നിട്ടും അവൻക്ക് കാറില്ല. He is a doctor, yet he doesn't have a car. ഇവിടെ yet ഈ ഒരു വേർഡിന് പകരം ഏത് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? He is a doctor, however he doesn't have a car. He is a doctor, nevertheless he doesn't have a car. He is a doctor, nonetheless he doesn't have a car. He is a doctor, but still he doesn't have a car. Okay, ഇനി നമുക്ക് സ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ. സ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡ്, ഇത് ബട്ട് ഉപയോഗിക്കാതെ സ്റ്റിൽ മാത്രം ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ ബട്ട് സ്റ്റിൽ എന്ന് പറയുന്ന ഈ 2 വേർഡ് അടങ്ങുന്ന ഈ ഒരു ഫ്രേസിലെ സ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് മാത്രം നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? He is a doctor, still he doesn't have a car. അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഈ 2 വേർഡ് ഉപയോഗിച്ചാണ് എഴുതാറ്. ഓക്കെ,
ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ്, അവൾ എന്താണ് ടയേർഡ് ആയിരുന്നു, അവൾ ക്ഷീണിതനായിരുന്നു, എന്നാലും അവൾ അവളുടെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഓക്കെ, അപ്പോൾ നോക്കാം. ഷീ വാസ് ടയേർഡ്, അവൾ ടയേർഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും ഷീ കംപ്ലീറ്റഡ് ഹെർ ഹോംവർക്ക് അല്ലെങ്കിൽ വർക്ക്. ഹോംവർക്ക് എഴുതാം അല്ലെങ്കിൽ വർക്ക്. ഓക്കെ, ഇനി ഇവിടെ ബട്ട് സ്റ്റിൽ എന്ന് പറയുന്ന വേർഡിന് പകരം ഉപയോഗിച്ചോളൂ ഹൗ എവർ. ഷീ വാസ് ടയേർഡ്, ഹൗ എവർ ഷീ കംപ്ലീറ്റഡ് ഹെർ ഹോംവർക്ക്. ഇനി നമ്മുടെ അടുത്ത സെന്റൻസ് ആണ്, അവൾ നന്നായി പഠിച്ചു പക്ഷേ അവൾ പരീക്ഷയിൽ ജയിച്ചില്ല. അവൾ നന്നായി പഠിച്ചു, പരീക്ഷയിൽ ജയിച്ചില്ല. അപ്പോൾ പറയാം, ഷീ സ്റ്റഡീഡ് ഹാർഡ്, അവൾ നന്നായി പഠിച്ചു. ഹൗ എവർ, പക്ഷേ അല്ലെങ്കിൽ എന്നിരുന്നാലും, ഷീ ഡിഡൻറ്റ് പാസ് ദി എക്സാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൗ എവർ ഇതിന് പകരം നമുക്ക് ഏത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്താണ്, ഹോട്ടൽ നല്ലതായിരുന്നു എന്നിരുന്നാലും അല്ലെങ്കിൽ പക്ഷേ സേവനം വളരെ സ്ലോ ആയിരുന്നു. എന്താണ്? ഹോട്ടൽ നല്ലതായിരുന്നു പക്ഷേ അല്ലെങ്കിൽ എന്നിരുന്നാലും സേവനം സ്ലോ ആയിരുന്നു എന്ന് പറയാം. The hotel was nice, nevertheless service was slow. ഇവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? However, nevertheless, nonetheless, but still, yet. അല്ലെങ്കിൽ still മാത്രമേ ഇത്. ഇനി അടുത്താണ്, അവൻ വളരെ സമ്പന്നനാണ് എന്നിരുന്നാലും അവൻ ലളിതമായ ജീവിതം നയിക്കുന്നു. സിമ്പിളായിട്ട് ജീവിക്കുന്നു അർത്ഥം. അപ്പോൾ പറയാം, he is very rich. അവൻ വളരെ സമ്പന്നനാണ്. പക്ഷേ nevertheless, however, but still, yet, he lives a simple life. ഇനി നമുക്ക് സ്റ്റിൽ എന്ന് പറയുന്ന വേർഡിൻ്റെ മറ്റൊരു ഉപയോഗം നോക്കാം. അതാണ് ഇപ്പോഴും. ഉദാഹരണം പറയാം, ഹി ഈസ് സ്റ്റിൽ പ്ലേയിങ് ഔട്ട്സൈഡ്, അവൻ ഇപ്പോഴും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്താണ്, ഷീ ഈസ് സ്റ്റിൽ ഇൻ ബെഡ്, അവൾ ഇപ്പോഴും ബെഡിലാണ്, എന്നുവെച്ചാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇവിടെ ഇപ്പോഴും എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ ഹെൽപ്പിംഗ് വെർബിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഹി ഈസ് സ്റ്റിൽ, ഈസ് കഴിഞ്ഞിട്ടാണ് സ്റ്റിൽ വന്നത്. ഹി ഈസ് സ്റ്റിൽ പ്ലേയിങ് ഔട്ട്സൈഡ്. യെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്നുള്ള അർത്ഥമുണ്ട്. ഷീ ഹാസ് നോട്ട് കം യെറ്റ്, അവൾ ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത്താണ്, ഹി ഹാസൻറ്റ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് യെറ്റ്, അവൻ ഇതുവരെ അവൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല. ഇതുപോലെ യെറ്റ്, ഇതുവരെ എന്നുള്ള അർത്ഥത്തിന് വേണ്ടി നമ്മൾ യെറ്റ് ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൽ ലാസ്റ്റാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്.